നമുക്ക് ആദ്യത്തെ ടോപ്പിക് എന്താവാം? ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്യോ? നമുക്ക് എന്ത് എനിക്ക് കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്നൊരു ഡിസീസാണ് ഗ്യാസ്ട്രോ ഈസോഫാജി റീഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ അന്നനാളം ആമാശയമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. ഓജി ജംഗ്ഷൻ എന്ന് നമ്മുടെ ഭാഷയിൽ പറയും. അതായത് ഈസോഫാഗസും ഗ്യാസ്ട്രിക് ജംഗ്ഷൻ എന്നാണ് അതിൻ്റെ പേര്. ആ ഏരിയ അതിൻ്റെ ചില ഘടനകൾ കൊണ്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഭക്ഷണം ആമാശയത്തിലോട്ട് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചില മെക്കാനിസംസ് ഉണ്ട്. ആ മെക്കാനിസം ഒന്ന് അതിൻ്റെ വളവ്, രണ്ട് അതിന് ചുറ്റുമുള്ള മസിലുകൾ, മൂന്ന് ഇൻട്രാ അബ്ഡോമിനൽ ക്യാവിറ്റിയിലുള്ള പ്രഷർ, അങ്ങനെ പല ഘടകങ്ങളും ചേർന്നിട്ടാണ് ഇതൊരു വാൽവുലാർ മെക്കാനിസമായിട്ട് നിലനിർത്തുന്നത്. അതായത് നമ്മൾ ഉമിനീർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇറങ്ങിപ്പോകുമ്പം അത് തിരിച്ചു വരാതിരിക്കാനുള്ള മെക്കാനിസമാണ് ആ സാധനം. അതൊരു വാൽവെന്നാണ് നമ്മൾ പറയാറ്. പക്ഷെ അതൊരു നമ്മളെ ടാപ്പ് തുറക്കുന്ന വാൽവ് മാതിരി അങ്ങനെയുള്ളൊരു വാൽവല്ല, പക്ഷേ ഒരു വാൽവുലാർ മെക്കാനിസമാണ്. ഇപ്പോൾ നമ്മുടെ ആമാശയത്തിൽ കിടക്കുന്ന ആഹാരത്തിനെ ദഹിപ്പിക്കാനായിട്ട് ആമാശയത്തിൽ തന്നെ ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ദഹനത്തിന് ആവശ്യമാണ്. അപ്പോൾ അതും ആഹാരവുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒരു കൈമായിട്ടാണ് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കടത്തിവിടുന്നത്. ആമാശയത്തിലിട്ട് കുഴച്ചിട്ടാണ് അത് കടത്തിവിടുന്നത്. ഈ വാൽവിന് എന്തെങ്കിലും ഡിഫക്റ്റുള്ള പ്രശ്നമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഹയറ്റസ് ഹെർണിയ ഉണ്ടാകും. ഹയറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞാൽ അന്നനാളും ആമാശയമായിട്ട് ചേരുന്ന ഭാഗം ആ സ്റ്റൊമക്ക് കുറച്ച് നെഞ്ചിനകത്തോട്ട്, ശരിക്കും എന്ന് പറഞ്ഞാൽ അന്നനാളത്തിൻ്റെ ചെറിയ ലെങ്ത് ഉദരാശയത്തിനകത്താണ് നിലനിൽക്കേണ്ടത്. പക്ഷേ ചിലവർക്ക് ഇത് വലിഞ്ഞ് മേളിലോട്ട് കയറാം. കൂടുതലും ഒബീസിറ്റി അങ്ങനെയുള്ളവർക്കാണ് വരാറ്. അപ്പോൾ അതിന് ഹയറ്റസ് ഹെർണിയ എന്ന് പറയും. ചിലവർക്ക് ഇത് രണ്ട് ക്രസ് എന്ന് പറയുന്ന മസിലിൻ്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. അത് തുറന്ന്, അതായത് അതിൻ്റെ അകലം വർദ്ധിച്ചിട്ട് അത് വൈഡ് ഹയറ്റസ് ആയിട്ടിരിക്കുക. അങ്ങനെ പല മെക്കാനിസംസ് കൊണ്ടും ഈ ആമാശയത്തിലോട്ട് കടന്ന ആഹാരവും ആസിഡും തിരിച്ചു വരാം, അന്നനാളത്തിലേക്ക് തിരിച്ചു വരാം. അന്നനാളത്തിലോട്ട് തിരിച്ചു വരും നമ്മൾ അറിഞ്ഞോ അറിയാതെയായിരിക്കാം. അറിഞ്ഞോ അറിയാതെ ചിലവർക്ക് പുളിച്ചുകെട്ടലായിട്ട് പ്രത്യക്ഷപ്പെടും, ചിലവർക്ക് നെഞ്ചിരിച്ചിലായിട്ട് പ്രത്യക്ഷപ്പെടും, ചിലവർക്ക് തൊണ്ടയിൽ കാറലും ചിലപ്പോൾ തൊണ്ട ചൊറിച്ചിലായിട്ട് പ്രത്യക്ഷപ്പെടും, ചിലവർക്ക് കിടന്നു കഴിയുമ്പോഴത്തേക്ക് തൊണ്ടയ്ക്ക് പ്രയാസം വരികയും ചുമയുണ്ടാവുകയും ചെയ്യുന്നു. അത് മൈക്രോ ആസ്പിരേഷൻസ് വരുന്നത് കൊണ്ടാണ്. അതായത് നമ്മുടെ ഗ്രാവിറ്റി ഇല്ലല്ലോ, നമ്മൾ കിടക്കുന്ന സമയത്ത് തിരശ്ചീനമായിട്ടല്ലേ കിടക്കുന്നത്. കിടക്കുന്ന സമയത്ത് ഈ ആസിഡ് നമ്മളറിയാതെ തന്നെ അന്നനാളത്തിലേക്ക് കിടന്ന് അത് തൊണ്ടയ്ക്കകത്ത് വന്ന് പതുക്കെ നമ്മുടെ വോക്കൽ കോഡ്സ് ഉള്ളിലൂടെ കയറി ലങ്സിനകത്തോട്ട് കയറാം. അപ്പോഴാണ് ഈ ചുമ വരുന്നത്. ചിലവർക്ക് തൊണ്ടയ്ക്ക് അവിടെ തന്നെ പ്രയാസം ഉണ്ടാക്കുക. അപ്പോൾ അതിന് പ്രതിവിധികളൊക്കെ ഉണ്ട്, അതിന് മാർഗമുണ്ട്.